സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വോട്ടർ പട്ടിക തിരുത്തൽ പുതുക്കൽ പ്രക്രിയ കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾ, യൂണിയൻ ടെറിട്ടറിയും സംസ്ഥാനങ്ങളും ഉൾപ്പെടെ 12 ഇടങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ രണ്ടാം ഘട്ടം. ഒന്നാം ഘട്ടം ബീഹാറിലായിരുന്നു. ഇത് രണ്ടാം ഘട്ടമാണ്. 51 കോടി വോട്ടർമാരാണ് ഇതിൽ കവർ ചെയ്യപ്പെടുക. ഇതിനോടനുബന്ധിച്ച് നേരത്തെയുള്ള വോട്ടർ പട്ടികകൾ അസാധുവാക്കിയിരിക്കുന്നു എന്ന് കേൾക്കുന്നു. ഇനി പുതിയ വോട്ടർ പട്ടിക പുതുക്കിയ വോട്ടർ പട്ടിക ഡിസംബർ 9 അതിൻ്റെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് കേൾക്കുന്നത്. അതിനു മുമ്പ് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ ഇതിൽ പേര് ചേർക്കാനുള്ള ക്രമീകരണങ്ങൾ നടക്കുമെന്നും കേൾക്കുന്നു. ഏതായാലും ഇന്ത്യ പോലെ വിപുലമായ ജനസംഖ്യയുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അതിൻ്റെ വോട്ടർ പട്ടിക കുറ്റമറ്റതായിരിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. തീർച്ചയായും ഉറപ്പുള്ള കാര്യമാണ്. ജനാധിപത്യത്തിൻ്റെ സമ്പൂർണ്ണത അതിലൂടെ ഉറപ്പുവരുത്താനാവുകയുള്ളൂ. കാരണം കാലഹരണപ്പെട്ട വോട്ടർമാരും കള്ള വോട്ടർമാർ, മരിച്ച് പോയവർ, പുതുതായി ചേർക്കേണ്ടവർ, ഇതെല്ലാം കാലാനുസൃതമായി പുതുക്കി ഉണ്ടാക്കേണ്ട ഒരു പ്രക്രിയ തന്നെയാണ്. എങ്കിലും ഈ SIR-നെ കുറിച്ച്, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനെ കുറിച്ച് ബംഗാളിൽ നടന്ന ഇതിൻ്റെ ഒന്നാം ഘട്ടം ഒരുപാട് സന്ദേഹങ്ങൾ, സംശയങ്ങൾ, ആശങ്കകൾ, ഉത്കണ്ഠകൾ ഉയർത്തുകയുണ്ടായി. കാരണം മറ്റൊന്നുമല്ല, 68 ലക്ഷത്തോളം വോട്ടർമാർ അവിടെ അവഗണിക്കപ്പെട്ടു, വോട്ട് നഷ്ടപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. കാരണം അവരൊന്നും മരിച്ചൊടുങ്ങിയത് കൊണ്ടല്ല, ചില പ്രത്യേക തരക്കാരെ തെരഞ്ഞുപിടിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. വാർത്തകൾ വലിയ തോതിൽ രാജ്യമെമ്പാടും പ്രചാരം സിദ്ധിക്കുകയും ചെയ്തു. ആ വാർത്തകൾക്ക് അതേ സംഭവത്തിൻ്റെ, അതേ പ്രക്രിയയുടെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും. ഇത് സാധാരണ നിലയിൽ ഒരു വോട്ടർ പട്ടിക പുതുക്കുന്നു, തിരുത്തുന്നു, ക്രമബന്ധിതമായി അത് നടപ്പിലാക്കുന്നു എന്നതുകൊണ്ട് യാതൊരു വേവലാതിയും ഇന്നേ വരെ ഇന്ത്യ സ്വതന്ത്രമായി 70 ചില്ലാനും വർഷമായിട്ടും ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണത്തെ ഈ വോട്ടർ പട്ടിക പുതുക്കലിൽ വലിയ തോതിൽ ഉത്കണ്ഠയും ഭീതിയും ചില ജനവിഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഉണ്ടാവുന്നത് ബീഹാറിലെ 68 ലക്ഷം പേരുടെ വോട്ട് പോയി എന്ന വാർത്തയോടനുബന്ധിച്ചാണ് എന്ന് കാണാം. ഇപ്പോൾ പുതുക്കിയ രണ്ടാം ഘട്ട റിവിഷന്റെ 51 കോടി വോട്ടർമാരെയാണ് ഇത് ബാധിക്കുന്നത്. ഇതിൽ ബീഹാറിലേതുപോലെയുള്ള ക്രമക്കേടുകൾ നടക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് തള്ളിക്കളയാൻ ആർക്കും കഴിയില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ചിലരെ ഒഴിവാക്കുന്നതിലും ചിലരെ കൂട്ടിച്ചേർക്കുന്നതിലും ഉണ്ട് എന്ന ഒരാരോപണം നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ കേരളം പോലെയുള്ള ഈ സംസ്ഥാനത്ത് മറ്റെല്ലാ ഇതോടനുബന്ധിച്ചുള്ള 12 സംസ്ഥാനങ്ങളിലും യൂണിയൻ ഭരണ പ്രദേശങ്ങളിലും പുതിയ വോട്ടർ പട്ടിക പുതുക്കൽ സംബന്ധിച്ച് ഒരുപാട് പേരിൽ വലിയ ഉത്കണ്ഠയും വേവലാതിയും രൂപപ്പെട്ടിട്ടുണ്ട്. പണ്ടുകാലത്ത് അധികാര കൈമാറ്റങ്ങൾ നടന്നിരുന്നത് ഘോര യുദ്ധങ്ങൾക്ക് ശേഷമോ ഒരു രാജവംശത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ആധുനിക മനുഷ്യൻ കണ്ടുപിടിച്ച രാഷ്ട്രീയ മെത്തേഡാണ് ജനാധിപത്യം. കാരണം തികച്ചും മാന്യമായും സമാധാനപരമായുമുള്ള അധികാര കൈമാറ്റം ആണിതിലൂടെ നടക്കുന്നത്. എന്നിരുന്നാൽ പോലും നമ്മുടെ രാജ്യം ഉൾപ്പെടെ ലോകത്ത് പല ജനാധിപത്യ വ്യവസ്ഥിതികളും നിലവിൽ വരാൻ അതിൻ്റെ പിന്നിൽ വിഹിതമല്ലാത്ത ചില പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതായി കാണാം. നമ്മുടെ രാജ്യത്തും അത് ദൃശ്യമാണ്. കാരണം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അമിതമായ ധനവിനിയോഗം, കള്ളവോട്ടുകൾ, ബൂത്ത് പിടുത്തം, ഏറ്റവും ഒടുവിൽ നമ്മുടെ വോട്ടർ മെഷീൻ, അതിലെ കൃത്രിമങ്ങൾ, ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ കേൾക്കാറുണ്ട്. അതിൽ ഏറ്റവും പുതിയ ഒരു ഐറ്റമാണ് നമ്മുടെ ഇപ്പോഴത്തെ
പട്ടിക പുതുക്കലിന്റെ ഭാഗമായി നമുക്ക് താല്പര്യമില്ലാത്ത, നമുക്ക് വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പുള്ള ചില വിഭാഗങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളൽ. ഇതൊരു പുതിയ ഐറ്റമാണ്. ജനാധിപത്യത്തിന് ഇതുവരെ അത്ര പരിചിതമല്ലായിരുന്നു ഇത്. ഹിറ്റ്ലറോ മുസോളിനിയോ അധികാരത്തിൽ കയറിയത് ബലപ്രയോഗത്തിലൂടെയോ തോക്കിൻകുഴലിലൂടെയോ അല്ല, ഇതേ ജനാധിപത്യത്തിലൂടെയാണെന്ന് കാണാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഭരണകൂടത്തെക്കുറിച്ച് ഫാസിസ്റ്റ് ആരോപണമുണ്ട്. നമ്മളത് പൂർണ്ണമായി പറയാനാവില്ലെങ്കിലും ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് അവരുടെ പല നിലപാടുകളും ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്നതാണെന്നും ഫാസിസ്റ്റ് മനോഭാവമുള്ളതാണെന്നുമുള്ള ആരോപണം എതിർ രാഷ്ട്രീയക്കാർക്കുണ്ട്. ഈ അവസ്ഥയിലാണ് നമുക്ക് ജനാധിപത്യത്തിൻ്റെ വലിയൊരു ലൂപ്പ് ഹോളാണ് വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങളും മറ്റ് തെരഞ്ഞെടുപ്പ് കാലത്തെ മേൽക്കൈ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്രിമങ്ങളും എന്ന് കാണാം. നാം നേരത്തെ പറഞ്ഞതുപോലെ ഹിറ്റ്ലർക്കും മുസോളിനിക്കും വരെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്താൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ടവർക്കോ അതേ തരത്തിലുള്ളവർക്കോ ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തുക എന്നുള്ളത് അപ്രാപ്യമായ, അസാധ്യമായ ഒരു കാര്യമല്ല. പക്ഷെ അവിടെയൊക്കെയും ഉത്ബുദ്ധരായ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വോട്ടർമാർ ഇത്തരം ആളുകൾ കയറി വരുന്നതിനെ പ്രതിരോധിക്കാറുണ്ട് അവരുടെ വോട്ടിലൂടെ, വോട്ടിംഗ് ബാലറ്റ് വലിയൊരു ആയുധമാണ്. കാരണം ശരിയല്ലാത്ത ആളുകൾ അധികാരത്തിൽ കയറിക്കൂടാതിരിക്കാനും നല്ലവരെ കയറ്റി ഇരുത്താനും പറ്റിയ ഒരു ആയുധമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പും ബാലറ്റ് പെട്ടികളും. അവിടെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് പങ്കെടുക്കാൻ പോലും സാധ്യമാകാത്ത വിധം ഒരു വലിയ വിഭാഗത്തെ, തങ്ങൾക്കെതിരാണെന്ന് തോന്നിക്കുന്ന ഒരു വിഭാഗത്തെ അകറ്റി നിർത്താനുള്ള സൂത്രപ്പണി എന്ന് കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വേവലാതിപ്പെടുന്നത് പോലെ SIR അത്ര ഒരു രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാനുള്ള ഉപകരണമായി കേരളത്തിലും മറ്റ് ഈ 12 സംസ്ഥാനങ്ങളിലും സംഭവിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. കാരണം അത് നമ്മുടെ അമിത കണക്കൂട്ടലായിരിക്കും. കാരണം ഒരിക്കലും ന്യായമായ സ്വാഭാവികമായ ഒരു പ്രക്രിയയെ മുൻകൂട്ടി നമ്മൾ മോശമാണെന്നോ അതിൻ്റെ ഭവിഷ്യത്തുകൾ പ്രവചിക്കാനോ തുനിയുന്നത് അധികപ്പറ്റാണ്. എങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന ഈ SIR ന്യായവും നീതിപൂർവവുമായി നടത്തുവാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഏജൻസികളും വേണ്ടത് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. അതുകൊണ്ട് SIR-നെ കുറിച്ചുള്ള ഉത്കണ്ഠ നല്ലത് തന്നെ, അതിനെക്കുറിച്ചുള്ള വേവലാതി ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിൽ പലതും പറയാനുണ്ടാവും. ഓരോ രാഷ്ട്രീയ പാർട്ടിയും മറ്റേ എതിർ രാഷ്ട്രീയ പാർട്ടിയെ പറ്റി നല്ലതല്ല പറയാൻ ശ്രമിക്കാറുള്ളത്. സ്വന്തം പോളിസി പറയുന്നതിന് പകരം മറ്റേ എതിർകക്ഷിയുടെ ദോഷം പറയലാണ് രാഷ്ട്രീയത്തിൻ്റെ നടപ്പ് രീതി നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഈ SIR-നെ കുറിച്ച് വലിയ ഉത്കണ്ഠ ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതുപോലെ തന്നെ ജനങ്ങൾക്കുമുണ്ട് എന്ന് കാണാം. എന്നിരുന്നാലും നമ്മൾ അമിതമായ ഉത്കണ്ഠയും വേവലാതിയും ഇതിനെക്കുറിച്ച് പുലർത്തേണ്ടതില്ല. കൃത്യമായ ഡോക്യുമെന്റുകൾ സമർപ്പിച്ച് നമ്മുടെ പേരുകൾ പുതിയ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നല്ല ശ്രമങ്ങൾ, ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തണം. അതിനുള്ള അധികാരപ്പെടുത്തിയ കേന്ദ്രങ്ങളുമായി സഹകരിക്കണം എന്നാണ് നമുക്ക് ഇത്തരുണത്തിൽ ജനാധിപത്യ ബോധമുള്ളവരോട് പറയാനുള്ളത്. ജനാധിപത്യത്തിലൂടെ ഛിദ്രശക്തികൾ അധികാരത്തിൽ കയറിക്കൂടും എന്നതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കുകയും വേണം. ഒരിക്കലും ഒരു രാഷ്ട്രത്തിനും ഒരു സമൂഹത്തിനും അവരുടെ പക്ഷക്കാരനാണെന്നുള്ള വ്യാജേന കയറിക്കൂടുന്ന പോലും ഏകാധിപത്യം ഗുണകരമായിരിക്കില്ല. ഏകാധിപതികൾ എതിർക്കുന്ന ഒരു സമൂഹത്തിനും മാത്രമായിരിക്കില്ല അത് ദോഷം സംഭവിക്കുക. ഏകാധിപതികളുടെ സ്വന്തം ജനങ്ങൾ എന്ന് പറയുന്നവർക്കും മെച്ചമായിരിക്കില്ല ഒരു ഏകാധിപത്യ ഭരണകൂടം എന്ന് മനസ്സിലാക്കുക. ജനാധിപത്യത്തിൻ്റെ മഹത്തായ സ്വാതന്ത്ര്യ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുന്ന ഏകാധിപത്യ ഫാഷിസ്റ്റ് പ്രവണതകൾക്ക് അതിനോട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, പ്രോത്സാഹനം കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് SIR-നെ കുറിച്ചുള്ള അമിത ഉത്കണ്ഠയോ വേവലാതിയോ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ കൃത്യമായ കരുതൽ വേണം.
ഈ പുതിയ വോട്ടർ ലിസ്റ്റിനെ പറ്റി വലിയ കരുതൽ ആവശ്യമുണ്ട്, മുൻകരുതലും ആവശ്യമുണ്ട്, ആവശ്യമായ രേഖകൾ സ്വരൂപിച്ച് സമർപ്പിക്കേണ്ടതായിട്ടുമുണ്ട്. അനാവശ്യമായ വേവലാതികളോ ഭീതികളോ രാജ്യത്തെ പൗരത്വം തന്നെ നഷ്ടപ്പെടുത്തും ഒരു ജനതയുടെ എന്നുള്ള മുന്നറിയിപ്പുകളോ അത്ര ഗൗരവമായി കണക്കിലെടുക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്.